കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് തേയില ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. പക്ഷേ തേയില ഉണ്ടാക്കുന്നതൊന്നും കാണാനായിട്ടല്ല പോകുന്നത്, വേറെ കുറച്ച് പരിപാടിയുണ്ട്. ആദ്യം തന്നെ ടേസ്റ്റ് ആൻഡ് ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളഞ്ഞിങ്ങാനം വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയാണ്. ഞാൻ നമ്മുടെ പരുന്തുംപാറ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചാർലി സിനിമ ഷൂട്ട് ചെയ്ത വെള്ളച്ചാട്ടമുള്ള സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഞാൻ ഒരു 1 മിനിറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റിയുള്ളത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ വെള്ളമൊക്കെ കുറവാണ്, അത്യാവശ്യം കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇൻട്രോ പറഞ്ഞിട്ട് നമുക്ക് നേരെ പോകാം സൂര്യനെല്ലിയിലേക്ക്. സൂര്യനെല്ലിയിൽ എന്തിനാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐവ എന്ന് പറയുന്ന ഒരു ടീം ഒരു ഫ്രണ്ടിൻ്റെയാണ്. ഫ്രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകന്നൊരു പരിചയം. അപ്പോൾ പുള്ളി നടത്തുന്ന ഒരു ഐവ മൂന്നാർ എന്ന് പറയുന്ന ടീമിൻ്റെ വക ഒരു ടെൻറ്റ് ക്യാമ്പിങ് നമുക്ക് സ്പോൺസർ ചെയ്തിട്ടൊന്നുമില്ല. ഫുള്ള് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ ഇറക്കി നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഒരുപാട് പേരെ വിളിച്ചാണ് ഈ ഒരു ടെൻറ്റ് ക്യാമ്പിന് വേണ്ടിയിട്ട്. അപ്പം ഒരുപാട് പേര് റിജക്റ്റ് ചെയ്തൊരു യാത്രയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ജസ്റ്റ് പോയേക്കാം എന്ന് വിചാരിച്ച് വണ്ടി എടുത്തിറങ്ങിയിരിക്കുകയാണ്. ഡിസംബർ 23rd, അപ്പം ക്രിസ്മസിൻ്റെ തൊട്ട് തലേദിവസം. തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഘോരമായ തണുപ്പായിരിക്കും. അപ്പോൾ നമ്മൾ സൂര്യനെല്ലിയിലൊരു ടെൻറ്റ് സ്റ്റേയും സൂര്യനെല്ലിയിലെ മോർണിംഗും അതിനോടൊപ്പം തന്നെ കൊളുക്കുമലയ്ക്ക് ഒരു ജീപ്പ് സഫാരിയുമാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാവും എന്താവും എന്നൊക്കെ ഉള്ളത് ഇനി വഴിയെ കണ്ടെത്തിക്കണം. അപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് ഇനി വളഞ്ഞിങ്ങാനത്തുനിന്ന് കുട്ടിക്കാനം, എലപ്പാറ, കട്ടപ്പന ഇങ്ങനെ നമ്മൾ നേരെ സൂര്യനെല്ലിക്ക്. അപ്പോൾ നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ ആഫ്റ്റർ ഒരു 1/4 മണിക്കൂർ വണ്ടി ഓടിച്ച് ഏലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇവിടെ ബ്യൂട്ടിഫുൾ സ്ഥലം കണ്ടോ, ബ്യൂട്ടിഫുൾ. അങ്ങ് താഴെയായിട്ട് നമുക്ക് ഏലപ്പാറ മെയിൻ സിറ്റി നമുക്ക് കാണാം. നമ്മൾ ഈ ഒരു റോഡിൽ കൂടെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇതുവഴി നേരെ നമുക്ക് കറങ്ങിത്തിരിഞ്ഞ് ഏലപ്പാറയ്ക്ക് പോകണം. അപ്പോൾ നമുക്കിനി പോയാൽ ഗൈസ് അങ്ങനെ ഓൺ ദ വെയിൽ ഞങ്ങൾ ഇപ്പം ഉടുമ്പൻചോല എത്താറായി, ഏകദേശം ഒക്കെ അടുക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഏതോ ഒരു കാട്ട് വഴിയൊക്കെ നല്ലൊരു ഗേറ്റൊക്കെ കയറി വന്നപ്പോഴത്തേക്കിന് ഇവിടെ നൈസൊരു വ്യൂ കണ്ടു കേട്ടോ. ദ അൺഎക്സ്പ്ലോർഡ് ഡെസ്റ്റിനേഷൻ അങ്ങനെയൊക്കെ പറയാവുന്ന ഒരു സ്ഥലം. ഫുള്ള് കോടയാണ് കേട്ടോ. ചെറിയ രീതിയിൽ മലയൊക്കെ കാണാം, പക്ഷെ അത് വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും വന്ന് കാണാൻ പറ്റിയ സ്ഥലം. കൈയൊക്കെ കോച്ചി പിടിച്ചിട്ടുണ്ടല്ലോ. ഓയ്യോ, തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അഘോരമായ തണുപ്പാണ്, പറയാൻ പറ്റാത്ത രീതിയിലുള്ള തണുപ്പാണ്. പിന്നെന്താ, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്. ഒരു സൗണ്ട് പോലും കേൾക്കുന്നില്ല. നിങ്ങളൊന്ന് കേട്ട് നോക്കി കേട്ടോ. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലം. പക്ഷേ ജനവാസമൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇവിടെ കൃഷി, കപ്പയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത് ജനവാസമൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ വന്യജീവികളൊന്നും ഇതുവരെ കണ്ടില്ല, കാണാതിരുന്ന ഭാഗ്യം ഭഗവാന്. ഫുള്ള് മലകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു സ്പോട്ട്. ഇവിടെ നിന്ന് ഇനി ഇതിൻ്റെ ഈ ഒരു വഴി നേരെ പോയാൽ ഉടുമ്പൻചോലയ്ക്കുള്ള വഴിയാണ് കേട്ടോ. ഫുള്ള് കണ്ടോ, അടിപൊളി നല്ലൊരു സ്പോട്ട്. അങ്ങനെ ഗായ്സ് അറ്റ് ലാസ്റ്റ് ഞങ്ങളിവിടെ എത്തി. മൊത്തം പൊടിയും ചെളിയും. ഞാൻ ഇവിടെ വരുന്നവർക്കൊരു ട്രിപ്പ് പറഞ്ഞുതരാം. വരുമ്പോൾ ഈ ഒരു ഡിസംബർ മാസം, ഈ ഒരു മാസം വരെ ആയിരിക്കും. കാരണം റോഡ് പണിയൊക്കെ നടക്കുന്നത്, ഭയങ്കര ബ്ലോക്കാണ്. ഏകദേശം 3.5 മണിക്കൂർ ഗൂഗിൾ മാപ്പ് കാണിച്ചത് ഞങ്ങളിവിടെ വരാൻ ഒരു 6-7 മണിക്കൂർ എടുത്തു. രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. 9 മണിക്ക് ഞാൻ എരുമേലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ട്രിപ്പാണ്. അത് ഇവിടെ വന്നപ്പോൾ 4:30 അടിപൊളി. അപ്പോൾ നമ്മളേതായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. അതാണ് ചെക്കിങ് കൗണ്ടർ. ചെക്കിനൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഒന്ന് ചില്ലാവാനായിട്ട് വീട്ടിലോട്ട് ഇറങ്ങി. നടുനിർത്താനായിട്ട് 180 കിലോമീറ്റർ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ നമുക്കേതായാലും അങ്ങോട്ടേക്ക് പോകാം. ഇവിടെ എല്ലാം ഒരുപാട് തൊഴിലാളികളുടെ വീടുണ്ട് കേട്ടോ. ഇതിന് താഴോട്ടൊക്കെ ഒരുപാട് വഴിയുള്ളതാണ്. അപ്പോൾ അവിടോട്ടൊക്കെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ ടെൻറ്റും ക്യാമ്പിങ്ങും എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ഫോം ഫില്ല് ചെയ്യുന്ന കാര്യമുണ്ട്, അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാം. ഇവിടെ വന്നു കഴിഞ്ഞ് ചെയ്യേണ്ട പ്രൊസീജിയർ.
ഇവിടെ നേരത്തെ അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, വേണ്ടവർക്ക് വന്ന് ചില്ല് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ടേസ്റ്റ് ആൻഡ് ട്രാവലിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് ഒന്നും തന്നെ ലഭിക്കുന്നതല്ല. എനിക്ക് പോലും ഡിസ്കൗണ്ട് കിട്ടിയിട്ടില്ല. നമ്മൾ ഫുൾ പേയ്മെൻറ്റ് നടത്തിയിട്ടാണ്. പിന്നെ എക്സ്ട്രാ വേണ്ട സൺസെറ്റ് ട്രക്കിംഗ് ഉണ്ട്, അത് വേണ്ടവർ ചെയ്യുക. കൊളുക്കുമലയിലല്ല, വേറെ ഇവിടെ അടുത്തൊരു സ്പോട്ടിൽ സൺസെറ്റ് ട്രക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പേപ്പർ കിട്ടി. ഇതിനകത്ത് ഞങ്ങളിപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഒന്നും കാണിക്കുന്നില്ല. ഇവിടെ പേര് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. നമ്മുടെ വെഹിക്കിൾ നമ്പർ എല്ലാം കൊടുത്തിട്ടാണ് നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യുന്നത്. അതിനുശേഷം ഇതാണ് നമ്മുടെ പ്ലേസ്. താഴോട്ട് ഇറങ്ങിയിട്ട് വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ. അവിടെ ഇവിടുന്ന് ചെക്കിനൊക്കെ ചെയ്ത് ഇവിടെ കുറച്ച് ടെൻ്റ് ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ക്യാമ്പ് ഫയറിൻ്റെ ഒക്കെ ഏരിയ. ഇവിടെ കുറച്ച് ടെൻറ്റ്, ഒരു 4-5 ടെൻറ്റ് ഗ്രൂപ്പായിട്ട് വന്ന് പ്രൈവസി വേണമെന്നുള്ളവർ ഇവിടെ ടെൻറ്റ് സെലക്ട് ചെയ്യുക. ഇതിന് മുകളിലും ഒരു 2 തട്ടായിട്ട് കഴിച്ചിട്ട് 4-8, അതിന് മുകളിൽ 2 ടെൻറ്റായിട്ട് 10-15 ടെൻറ്റ് ഇവിടെ തന്നെ ഉണ്ട്. അതിനുശേഷം താഴോട്ട് പോകുമ്പോൾ ഇവിടെയും പ്രൈവറ്റായിട്ട് വലിയ ഒരു സീനറി ഒന്നും ഇല്ലാത്ത കുറച്ച് ടെൻറ്റുകൾ, പ്രൈവസി ആവശ്യമുള്ളവർക്ക് നല്ലൊരു സ്പോട്ടാണിത്. അത് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് ഇറങ്ങണം. നല്ല കിതപ്പുണ്ട്, കാരണം ഞാൻ ഒന്ന് താഴെ പോയിട്ട് ഇപ്പോൾ കയറി വന്നതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇവനാണ് നമ്മുടെ കൂടെ വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്കിന് ഇവിടെ ഒരു ഏരിയ കാണാം. ഇത് ഫുഡ് കഴിക്കാനും ജസ്റ്റ് DJ പാർട്ടി നമുക്ക് ആവശ്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പാട്ടൊക്കെ ഇട്ട് അത്യാവശ്യം രാത്രിയാകുമ്പോഴത്തേക്കൊന്ന് മൂടാവാനായിട്ട് കുറച്ച് സ്ഥലങ്ങൾ. അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ മെയിൻ ഏരിയ. ഫുള്ള് ടെൻറ്റ് കാര്യങ്ങളെല്ലാം ഉള്ളത്. നമ്മളിപ്പോൾ കുറച്ച് ഡിലേ ആണ്. നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വൈകിട്ടത്തെ സൺസെറ്റ് ട്രക്കിങ് അവർ ഫ്രീ ആയിട്ട് ഓഫർ ചെയ്തിരിക്കുകയാണ്. അതേതായാലും വളരെ നല്ലൊരു കാര്യം. ഇതാണ് നമ്മുടെ ടെൻറ്റുകൾ. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ടെൻറ്റ് ഇത്ര എണ്ണത്തിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വ്യൂ കിട്ടുന്ന ടെൻറ്റിലാണ് കേട്ടോ. ഇവിടുന്ന് രാവിലെ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ കാണാൻ പറ്റും. അടിപൊളിയല്ലേ? പിന്നെ ഈ ടെൻറ്റിലൊക്കെ ഇപ്പം ടെൻറ്റ് ഇന്നത്തെ ദിവസം അധികം ബുക്കിംഗ് വന്നിട്ടില്ല, കൊറോണയൊക്കെ ആയതുകൊണ്ട്. ഇന്നത്തെ ദിവസം ഈ ഒരു സീസണിൽ ഈ ഒരു കുറച്ച് ദിവസത്തിനിടയിൽ അധികം ബുക്കിങ്ങുകൾ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ സൺസെറ്റ് ട്രക്കിങ്ങിന് പോകാൻ സമയം, അതാണ് ഞാൻ കുറച്ച് ഹറിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവർ വിളിച്ചു, നമുക്ക് പോകണം, എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ്. നമുക്ക് സൺസെറ്റ് ട്രക്കിങ് നമുക്ക് ഫ്രീ ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെന്താണ് ബാക്കി ടെൻറ്റ് കാര്യങ്ങൾ. ഇവിടെ നമുക്കൊരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ ഇനിയും വൈകിട്ട് ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ നടത്തുന്ന ട്രക്കിങ് നമുക്ക് കൊളുക്കുമലയ്ക്കല്ല കേട്ടോ. കൊളുക്കുമലയ്ക്ക് രാവിലെ ജീപ്പ് സഫാരി വേണ്ടവർക്ക് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ സൺറൈസിന് ഇവിടെ അടുത്തൊരു ട്രക്കിംഗ് ഉണ്ട്, അത് വേണ്ടവർക്ക് അത് സെലക്ട് ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ജീപ്പ് സഫാരി ടു കൊളുക്കുമലയാണ്. അപ്പോൾ നമുക്ക് അത് അടുത്ത ദിവസത്തെ കാണാം. ഇപ്പം നമുക്ക് സൺസെറ്റ് പോയി എൻജോയ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഐ എം സോ ത്രിൽഡ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടോ. നമുക്ക് പോയിട്ട് വരാം. ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദ് കൂടുമെന്നല്ലേ. അപ്പോൾ നമ്മുടെ സൺസെറ്റ് ട്രക്കിങ്ങിന് പോകുന്നതിന് മുമ്പ് ഇവർ നമുക്ക് നല്ല അടിപൊളി ഒരു ഗ്രീൻ ടീ ഒക്കെ തന്നിട്ടുണ്ട്. വിത്ത് സൂര്യനെല്ലി സ്പെഷ്യൽ തേയിലയൊക്കെ ഇട്ടിക്കാൻ ഇച്ചിരി ഹണിയൊക്കെ ചേർത്ത് നല്ല രീതിയിൽ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് സമായിട്ട് നിന്നുകൊണ്ടൊരു കിടുക്കൻ ചായയും ഒരു ബിസ്ക്കറ്റും തന്നിട്ടുണ്ട്. അടിപൊളി കേട്ടോ. ഈ ഒരു തണുപ്പത്ത് നല്ല ചൂട് ചായ, ഒരു ഫീല് തന്നെ. വന്ന് കയറിയപ്പോൾ തന്നെ എക്സൈറ്റ്മെൻറ്റിൻ്റെ എക്സ്ട്രീമിൽ നിൽക്കുകയാണ് ഞങ്ങൾ. എന്താ ഒന്നറിയത്തില്ല. സൺസെറ്റ് പോയി എന്തായാലും വന്നതിലും ടെൻറ്റ് കണ്ടതിലും ഞങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. അല്ലേടാ? അതെ, അവനും അതെ. അപ്പോൾ ബാക്കി എന്തായാലും നമുക്ക് പ്രശ്നമില്ല. നമുക്ക് സ്റ്റേ അത്യാവശ്യം ഓക്കെയാണ്. പിന്നെ നല്ല ഫുഡ് അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. വൈകിട്ടത്തെ ആണെങ്കിലും ഈ ഒരു ടേസ്റ്റ് കിട്ടിയാൽ മതി, സൂപ്പറായിരിക്കും. ഇതിൻ്റെ മുകളിൽ എവിടെയോ ആണ് കേട്ടോ നമ്മുടെ ട്രക്കിങ് വരുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് വേണം പോകാൻ. ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് വേണം പോകാൻ. പോയേക്കാം. പിന്നെ ഇത്രയും പേരാണ് ഗൈസ് ആവശ്യമുള്ളത്. നമ്മളൊരു ടോട്ടൽ ഒരു 10 to 15 പേഴ്സ് അല്ലേ അടുത്തുള്ളൂ. ഒരു 15 പേര് മാക്സിമം. ഈ 15 പേരെ ഗൈഡ് ചെയ്യാനായിട്ട് ഇവിടെ 5 പേരുണ്ട്, ഫുഡ് പ്രിപ്പയർ ചെയ്യാനും എല്ലാം കൂടെ ആയിട്ട്. ഇപ്പോൾ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും ഇവിടെ
അടുത്ത എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. രാത്രിയായ നല്ല രീതിയിൽ തണുപ്പിറങ്ങാൻ ചാൻസുള്ള സ്ഥലമാണ്. ഇത് ഫുള്ള് യൂക്കലിപ്റ്റസ് മരം അപ്പുറത്തെ സൈഡിൽ. ഇവിടുന്ന് താഴോട്ട് പോകുന്ന വഴി വേറെ ഏതോ സ്ഥലമാണ് കേട്ടോ. ഇവിടെ കുറേ പണിക്കാരൊക്കെ വൈകിട്ട് പോകുന്ന കണ്ടു. ഇതൊരു ഓഫ് റോഡ് തന്നെയാണ് കേട്ടോ. വരുന്നതും പോകുന്നതും എല്ലാം ഓഫ് റോഡാണ്. ഇതുവഴിയാണ് നമ്മൾ വന്നത്. ഈ ഒരു വഴിയാണ് നമ്മൾ വന്നത്. ഇത് വേറെ സ്ഥലത്തോട്ട് പോകുന്നതാണ്. ഇതെല്ലാം താഴെയെല്ലാം വീടും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. അത് കൊള്ളാം, അടിപൊളി. ബീച്ച് കയറി പോകുന്നുണ്ട്. വാവ്, അടിപൊളി. ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് കേട്ടോ നമ്മുടെ ഗൈഡ്. അങ്ങനെ ട്രക്ക് ചെയ്ത് റോഡിൽ കൂടെ ഒരു 1/2 കിലോമീറ്ററോളം നടന്ന് നമ്മൾ സ്ഥലത്തെത്തി കേട്ടോ. ഈ സ്ഥലം കാണിച്ചു തരാം കേട്ടോ. ഫുൾ ഓഫ് തേയിലത്തോട്ടം, അടിപൊളി. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാം കേട്ടോ, അടിപൊളി. അപ്പർ സൂര്യനെല്ലിയിലെ ഹാരിസൺ മലയാളത്തിൻ്റെ പപ്പാത്തിച്ചാറ ഡിവിഷൻ. വാവ്, ഒരു പശു അമർന്നു കേട്ടോ, കൊള്ളാല്ലേ, അടിപൊളി. അവിടെ കണ്ടോ ഫുള്ള് മലനിരകളാണ്. അവിടെ ഫുള്ള് കോടയൊക്കെ അടിച്ച് സെറ്റായിട്ട് നിൽക്കുന്നു. അതെല്ലാം ഇനി സൂര്യാസ്തമയം ആകുമ്പോഴത്തേക്ക് റെഡിയാവും, ഫുള്ള് റെഡിയാവും. അത് കണ്ടോ, ഒരു മലയുടെ മണ്ടയിൽ, മലയുടെ താഴെയായിട്ട് മേഘങ്ങൾ നിൽക്കുന്നുണ്ടോ, അടിപൊളി. നമുക്കപ്പോൾ ഈ വഴി കൂടി ഇങ്ങനെ നടന്ന് നമ്മളിങ്ങനെ നടന്ന് അവിടെ ചെല്ലും കേട്ടോ. അവിടെയാണ് നമ്മുടെ സൺസെറ്റ് സ്പോട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ട്രക്കിങ് നമുക്ക് ഫ്രീ ആയിട്ട് സമ്മാനിച്ച മൂന്നാർ ഹൈവേയോടുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങളോട് ട്രക്കിങ്ങിന് പൊക്കോ എന്നുള്ളൊരു പെർമിഷൻ തന്നു. അതാണ് ഏറ്റവും വലിയ സന്തോഷം കേട്ടോ. നമ്മൾ വന്നപ്പോൾ തന്നെ അവർ നമ്മളെ സ്നേഹിച്ച് കൊല്ലുക, അടിപൊളി. കൂടെ വന്നവരെല്ലാം ഫ്രണ്ടിൽ പോകുന്നുണ്ട്. എല്ലാവരും പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണ്. തൃശ്ശൂർ, കണ്ണൂർ ഒക്കെ ഉള്ളവരുണ്ട്. ഞങ്ങളിപ്പോൾ ടോട്ടലൊരു 17 പേര് ടീമാണ് ഇന്നിവിടെ ഉള്ളത്. അപ്പോൾ ഫുൾ ഓഫ് എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. എല്ലാവരും പരിചയപ്പെട്ടു. എല്ലാവരും അടിപൊളി ആൾക്കാരാണ് കേട്ടോ. എല്ലാവർക്കും ഒരേ മൈൻഡ് സെറ്റുള്ളവർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രശ്നമൊന്നുമില്ല. ഫ്രണ്ടിൽ ഗൈഡ് പോകുന്നുണ്ട്. നടന്ന് എസ്റ്റേറ്റൊക്കെ കണ്ട് പൊടിച്ചു. ഇഷ്ടപ്പെട്ടു, തുടക്കത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടു. നമ്മളങ്ങനെ കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ ഹാരിസൺ എസ്റ്റേറ്റിലൂടെ സൺസെറ്റ് കാണാനായിട്ട് പോവുകയാണ്. കണ്ടോ, കിടക്കണില്ല പാറ. പിന്നെ മണ്ട എന്നുള്ളൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ചെറിയ പറയണം കേട്ടോ, അതുകൊണ്ട് കയറി ഇങ്ങനെ ഒരു ഡേഞ്ചറൊന്നുമില്ല. ഇതുണ്ടോ, ആ കാമാൻ ക്വയറ്റ് പ്ലേസ്. വഴി കയറിപ്പോണം കേട്ടോ. കല്ലും മുള്ളും നിറഞ്ഞ വഴികൾ കയറിപ്പോയി തണ്ടാത്താണ് കേട്ടോ. ആ ബ്ലൂ ആണ് നമ്മുടെ ഗൈഡ്. വളരെ നല്ല പെരുമാറ്റമാണ് കേട്ടോ. ഒരു പാവം മനുഷ്യൻ. നമുക്ക് റെസ്റ്റ് ചെയ്യണമെങ്കിൽ പുള്ളി നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കും. നമുക്ക് സ്പീഡിൽ പോകണമെങ്കിൽ പുള്ളി നമ്മളെക്കാളും സ്പീഡിൽ പോകും. അപ്പം അങ്ങനെ ഒരു പാവം മനുഷ്യൻ. ടെൻറ്റ് സ്റ്റേ ഫാമിലി ആയിട്ട് പറ്റും, സിംഗിളായിട്ട് പറ്റും. നമ്മൾ ഹൈവേയുടെ ഇവിടുത്തെ മാനേജർ പ്രകാശ് ചേട്ടൻ അല്ലെങ്കിൽ മറ്റൊരു സുഹൃത്തുണ്ട്. പുള്ളിയോട് നമ്മൾ വൈകിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നുണ്ട്. നമ്മൾ വന്നപ്പോൾ തന്നെ ഈ ഒരു ട്രക്കിംഗ് ഉള്ളതുകൊണ്ടാണ് പുള്ളിയോട് ഒരു ചെറിയ ഇൻ്റർവ്യൂ എടുക്കാനിരുന്നത്. അപ്പോൾ നമ്മൾ പുള്ളി ബാക്കി ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരും. പോലെ കണ്ടോ. അങ്ങനെ ഗായ്സ്, ഒരു ഡെൻസ് ഫോറസ്റ്റിന് കഴിഞ്ഞ് നമ്മൾ ഫോറസ്റ്റ് വീഡിയോ എടുക്കാത്തതിന് കാരണം പത്തനംതിട്ടക്കാരനാണ് കേട്ടോ. ഇതുപോലെ വേറൊരു പത്തനംതിട്ടക്കാരന് കേസ് കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഫോറസ്റ്റിനകത്തുള്ള കളികളൊന്നും വേണ്ട. അടിപൊളി ട്രക്കിങ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വന്നു കേട്ടോ. ഒരു മൈതാനമാണ്, ചെറിയൊരു മൈതാനം. അവരെല്ലാം കയറി വരുന്നുള്ളൂ. നമ്മൾ ഓടി കയറി വന്ന് നമ്മൾ പവർ കാണിച്ചു. ഇനിയും അവിടെ പോയി കുറച്ച് നേരം ഇരിക്കണം. 3 മണിക്കൂർ ട്രക്കിങ്ങിന് ശേഷം നമ്മുടെ ഒരു മലയുടെ മണ്ടയിലെത്തി കേട്ടോ. ബാക്കിയുള്ളവരെല്ലാം നമ്മുടെ പുറകിലുണ്ട്. അടിപൊളി. അമ്മേ, വാവ്, നൈസ്. ഫുള്ള് ഫോഗൊക്കെ അടിച്ച് സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ സ്ഥലങ്ങളെല്ലാം. ഈ ഒരു സ്ഥലം ഫുള്ള് ഫോട്ടോജനിക്കായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. എവിടെ നിന്ന് കഴിഞ്ഞാലും നല്ല അടിപൊളി സ്ഥലങ്ങൾ. ഇവിടെ നിന്ന് കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ഇൻസ്റ്റയിൽ കാണാം. ഇൻസ്റ്റ ഫോളോ ചെയ്യാത്തവർ ഇൻസ്റ്റ ഫോളോ ചെയ്യാം കേട്ടോ. അടിപൊളി. ആകുമ്പോൾ ഇവിടെ ഇനി എന്ത് സൺസെറ്റ് കാണാനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. കൂടെ വന്നവരെ പോലും കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. അടിപൊളി. ഇത് കൊള്ളാമല്ലേ, ഈ ഒരു പൂവ് നൈസ്.
തോന്നുന്നു ഇതൊക്കെ തണുപ്പില്ല നിൽക്കത്തുള്ളൂ തോന്നുന്നു. ഇത്രയും തണുപ്പത്ത് ഇത് സർവൈവ് ചെയ്യുന്നുണ്ടില്ല. നല്ല ഇടി വായിന്നൊക്കെ പുക വന്ന് തുടങ്ങി കേട്ടോ, അതുപോലെ തണുപ്പ്. അങ്ങനെ ഗായ്സ് അറ്റ് ലാസ്റ്റ് നമ്മൾ ആ ഒരു ട്രക്കിങ്ങിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്ക് എത്തി. എൻ്റെ അമ്മോ, ഇതൊക്കെയാണ് കേട്ടോ ഹാപ്പിനെസ്. അടിപൊളി. എൻ്റെ മോനെ, സൺസെറ്റ് പോയിട്ട് കൂടെ വന്ന ആൾക്കാരെ പോലും കാണുന്നില്ല. അടിപൊളി, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇവിടെ ഫുള്ള് നമ്മൾ വരുവാണെങ്കിൽ നമ്മുടെ കെയർഫുള്ളായിട്ട് നിൽക്കണം കേട്ടോ. നമ്മൾ നമ്മുടെ സെക്യൂരിറ്റിയിൽ നിൽക്കണം. കൂടെ ഒരു ഗൈഡ് ചേട്ടനുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ സെക്യൂരിറ്റി നമ്മളല്ലേ നോക്കേണ്ടത്. ഓക്കെ, ഫുള്ള് ഫോഗെന്ന് പറഞ്ഞാൽ ഫുള്ള് ഫോഗ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഗായ്സ് ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നേരം ഫുള്ള് ഇരുട്ടായി കേട്ടോ. ഫോണിലാണ് ചാർജും ഇല്ല. അടിപൊളി, ഫുള്ള് കോടയും, ഒരു വക കാണത്തില്ല. സെറ്റ്. ഇപ്പം എല്ലാവരും ഫ്രണ്ടിലുണ്ട്, എല്ലാവരും ഫ്രണ്ടിലുണ്ട്. ആരെങ്കിലും കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, എല്ലാവരും ഫ്രണ്ടിലൊക്കെ ഉണ്ട് കേട്ടോ, ആരും കാണത്തില്ല. അടിപൊളി. അപ്പോൾ ഇരുട്ടത്ത് നമ്മളിനി ടെൻറ്റ് വരെ എത്തട്ടെ കേട്ടോ. ഫോണിൽ ചാർജില്ല. അപ്പോൾ ഓക്കെ, ടെൻറ്റിലെത്തിയിട്ട് കാണാം, ചാർജൊക്കെ ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ബൈ ഗൈസ്. അങ്ങനെ ഞാൻ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഫോണൊക്കെ കുത്തിയിട്ടേക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കിന് ടെൻറ്റ് സൈറ്റ് കളവാകാൻ മാറി കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒരു രക്ഷയില്ല. DJ ലൈറ്റ് മുഖമൊക്കെ കേട്ടോ, ഫുള്ള് DJ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് അവിടെ DJ പാർട്ടി നടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങോട്ടായതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഫുള്ള് ഇലിമിനേഷന്, ക്യാമ്പിങ്, ടെൻറ്റുകൾ ഫുള്ള് ഇങ്ങനെ ആകെ ഫുള്ള് മാറി കേട്ടോ. അടിപൊളി. ഇനി അങ്ങോട്ട് പോയിട്ട് ക്യാമ്പ് ഫയർ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അടിപൊളി. ക്യാമ്പ് ഫയറിൽ ഇപ്പം അറിയില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി ആൾക്കാരെല്ലാം വരണം. എല്ലാവരും ആ ഒരു ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണത്തിൽ നിൽക്കുകയാണ്. ക്യാമ്പ് ഫയറൊക്കെ ഉടനെ തന്നെ സ്റ്റാർട്ടാവും. ടെൻ്റൊക്കെ അടിച്ച് അതായത് അപ്പോൾ നമുക്കുള്ള ക്യാമ്പ് ഫയറൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഈ കാര്യം നല്ല തണുപ്പാണ് കേട്ടോ. എത്ര തീയിട്ടിട്ടും കാര്യമൊന്നുമില്ല. അടിപൊളി. മുഖമൊക്കെ തിളങ്ങുന്നുണ്ടല്ലേ. DJ പാർട്ടി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി രാത്രി എല്ലാ തുള്ളലെല്ലാം ഉണ്ട്. ഫുഡ് കഴിക്കണം, എന്നിട്ട് കിടക്കണം. ഓക്കെ. പിന്നെ നമുക്ക് പ്രകാശ് ചേട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ പ്രകാശ് ചേട്ടൻ കാണണം, അല്ലെങ്കിൽ ഇവിടുത്തെ ആ ഒരു മാനേജർ ചേട്ടനെ കണ്ടിട്ട് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാനുണ്ട്. അതെല്ലാം ചോദിച്ചിട്ട് ഗൈസ്. അപ്പോൾ DJ പാർട്ടിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി. അധികം കാര്യമില്ലാത്തതുകൊണ്ട് വലിയ ഓളം വെപ്പ് കാര്യങ്ങളൊന്നുമില്ല. നമ്മളൊരു 10-17 പേരൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലിയ ബഹളം കാര്യങ്ങളൊന്നുമില്ല, അലമ്പൊന്നുമില്ല. പിന്നെ നമുക്ക് ഫുഡ് റെഡി ആയിട്ടുണ്ട്, ഫുഡ് കഴിക്കാൻ പോകണം. ഭഗവാനെ നോൺ കോപ്പിറൈറ്റ് ആയിരിക്കണേ പാട്ടൊക്കെ. ഇനി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ. ബട്ട് ഉച്ചയ്ക്ക് വിശന്നിരിക്കുന്നത് കൊണ്ട് കഴിക്കുന്ന വീഡിയോ എടുക്കുന്നില്ല, കഴിച്ചിട്ട് വന്നിട്ട് പറയാം. ഓക്കെ ഗൈസ്. അപ്പോൾ ഫുഡും ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞൊരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാനാണെങ്കിൽ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കുറച്ചൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ എന്താ, ഇതാണ് ടെൻറ്റിൻ്റെ അകമ്പശം കേട്ടോ. അത്യാവശ്യം നൈസ് ടെൻറ്റാണ്. ഒരു 4 പേർക്കൊക്കെ ഒരു ടെൻറ്റിൽ നൈസായിട്ട് കിടക്കാം. ഒരാൾക്ക് കിടക്കാനുള്ള ടെൻറ്റ് മേളിലുണ്ട്, 2 പേർക്കും കിടക്കാനുള്ള ടെൻറ്റുണ്ട്. ഇതിപ്പോൾ 4 പേർക്കുള്ള ടെൻറ്റിൽ ഞങ്ങൾ 2 പേര് മാത്രമാണുള്ളത്. ഏതായാലും കൊള്ളാം. ഇനി നാളെ രാവിലെ 4 മണിക്ക് കൊളുക്കുമലയ്ക്ക് പോകണം. കൊളുക്കുമലയിലെ സൺറൈസ് കാണാൻ പോകണം. അപ്പോൾ ഇപ്പോൾ ഒരു 11:15 സമയം. ഇനിയും ഒന്ന് ഉറങ്ങണം. ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്കിന് അവർ 4 മണിയാകുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രൈവസിയുടെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും അവർ ചെയ്തിട്ടില്ല. ഫുൾ ടൈം ആൾക്കാർ ഇവിടെ ഉണ്ട്. ഒരു 7 പേരെങ്കിലും സ്റ്റാഫ് കുറഞ്ഞത്, ഏറ്റവും കുറഞ്ഞത് 7 പേരെങ്കിലും കാണും ഇവിടെ. പിന്നെ ബൾക്കായിട്ട് ആളുകളൊപ്പം ആൾക്കാർ കൂടുതൽ കാണുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും നമുക്ക് നാളെ രാവിലെ കാണാം. ഓക്കെ.